നമസ്കാരം. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുൾപ്പെടെ ദേശീയ ടീമിലെ താരങ്ങളെല്ലാം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫി റെഡ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കളിക്കാനൊരുങ്ങുകയാണ്. ഒരു മാസത്തിലേറെ അന്താരാഷ്ട്ര മത്സരങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെയായിട്ടാണ് താരങ്ങൾ ദുലീപ് ട്രോഫിയിൽ ഇറങ്ങുന്നത്. മുഴുവൻ താരങ്ങളും ടൂർണമെന്റിൽ നിർബന്ധമായും കളിക്കണമെന്നും സെലക്ടർമാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ തുറുപ്പുചീട്ടും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഹർദിക് പാണ്ഡ്യ ദുലീപ് ട്രോഫിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഇതിനെതിരെ വിവിധ കോണുകളിൽ നിന്നും വിമർശനങ്ങളും ഉയർന്നു കഴിഞ്ഞു. ഹർദിക്കിന്റെ പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പരിശോധിച്ചു നോക്കാം. പരുക്കുകളെക്കുറിച്ചുള്ള ആശങ്കകളായിരിക്കാം ഹർദിക്കിന്റെ പിന്മാറ്റത്തിന് ഒരു കാരണം. പുറം ഭാഗത്തിനേറ്റ പരിക്ക് അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. പല പരമ്പരകളും ഈ കാരണത്താൽ തന്നെ ഹർദിക്കിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ കളിച്ചാൽ ഈ പരിക്ക് അദ്ദേഹത്തെ വീണ്ടും പിടികൂടിയേക്കാം. മാത്രമല്ല ഒരുപാട് മത്സരങ്ങളാണ് വരാനിരിക്കുന്നത്. ഇത് ഹർദിക്കിന്റെ കരിയറിന് ഭീഷണിയായി മാറുമോ എന്ന പേടിയും അതുകൊണ്ട് തന്നെ ഹർദിക്കിനുണ്ട്. ഇത് കണക്കിലെടുത്താണ് അദ്ദേഹം പിന്മാറുന്നത്. ജോലിഭാരം കുറയ്ക്കുക എന്നതാകും ഹർദിക്കിന്റെ പിന്മാറ്റത്തിന് പിന്നിലുള്ള രണ്ടാമത്തെ കാരണം. അടുത്ത വർഷം ആദ്യം ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി അടക്കം നടക്കാനിരിക്കുകയാണ്. കൂടാതെ സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, ഇംഗ്ലണ്ട് എന്നിവരുമായി വൈറ്റ് ബോൾ പരമ്പരകളും അതിനു മുൻപ് ഇന്ത്യ കളിക്കുന്നുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹർദിക്കിന്റെ സാന്നിധ്യം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. ഈ വർഷം നടന്ന ICCയുടെ T20 ലോകകപ്പിൽ ഇന്ത്യൻ കിരീട നേട്ടത്തിൽ നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫിറ്റാക്കി നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ബ്രേക്കുകൾ ലഭിക്കുന്നതിലൂടെ കൂടുതൽ ഫ്രഷായി ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് ഹർദിക് പ്രതീക്ഷിക്കുന്നത്. വ്യക്തിപരമായ കാരണങ്ങളായിരിക്കാം ഹർദിക്കിന്റെ പിന്മാറ്റത്തിന് പിന്നിലുള്ള മൂന്നാമത്തെ കാരണം. അടുത്തിടെ ഭാര്യയും സെർബിയൻ മോഡലുമായ നതാഷ സ്റ്റാൻകോവിച്ചുമായി ഹർദിക് വേർപിരിഞ്ഞിരുന്നു. ഇത് കാരണം മാനസികമായി ചെറിയൊരു ഇടവേളയും താരം ഒരുപക്ഷെ ആഗ്രഹിച്ചേക്കാം. ഇരുവരുടെയും മകനായ അഗസ്ത്യ ഇപ്പോൾ ഹർദിക്കിനൊപ്പമാണ് താമസിക്കുന്നത്. മകനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹവും ഹർദിക്കിനെ പിന്മാറ്റത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഓൾറൗണ്ടർ എന്ന നിലയിൽ തൻ്റെ ഫോം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഹർദിക്കിന് മികച്ച ഫിറ്റ്നസ് അനിവാര്യമാണ്. ദുലീപ് ട്രോഫിയിൽ നിന്നും വിട്ടുനിന്നതിന് ശേഷം ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാമെന്നതും അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ടാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ കാരണം ഹർദിക് ബൗളിങ്ങിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. 2021-22 കാലങ്ങളിലായിരുന്നു അത്. അന്ന് വെറും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടാണ് താരം കളിച്ചത്. വീണ്ടും അത്തരമൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകാൻ ഹർദിക് ആഗ്രഹിക്കില്ലായിരിക്കും. ഇന്ത്യൻ ടീമിനും അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിനൊപ്പം ബൗളിങ്ങും കൂടിയേ തീരൂ. കഴിഞ്ഞ T20 ലോകകപ്പ് ഫൈനലിൽ ഉൾപ്പെടെ ബൗളിങ്ങിൽ ഹർദിക് ടീമിന്റെ ഹീറോയായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും മറ്റ് സൂപ്പർ താരങ്ങളെല്ലാം തന്നെ ദുലീപ് ട്രോഫിയിൽ കളിക്കാനിരിക്കെ ഹർദിക്കിന്റെ പിന്മാറ്റം വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.